ഗോൾ സ്കോർ ചെയ്താൽ മികച്ച കളി, ഗോൾ കൺസീഡ് ചെയ്താൽ മോശം കളി, ഇനിയിപ്പോൾ ഗോളൊന്നും നമ്മൾ കൺസീഡ് ചെയ്തില്ലെങ്കിൽ മികച്ച കളി. ഇതൊന്നും അത്ര നല്ല പ്രവണതയല്ല. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നന്മ. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണിത്. എന്ന് വെച്ചാൽ നമ്മൾ കളിയെ ആരും വീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവ്. കാരണം ഇന്നലെ തന്നെ നമ്മൾ കളി കണ്ടല്ലോ. ബഗാനുമായി നമ്മൾ 1-0 പുറകിൽ പോയ നമ്മൾ 2 ഗോൾ അടിച്ചുകൊണ്ട് നമ്മൾ വലിയൊരു കംബാക്കാണ് നടത്തിയത്. അതിന് പിന്നാലെ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ഡിഫൻസ് ലോസ് ആവുകയും, ഡിഫൻസ് ലോസിങ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആ ലാസ്റ്റ് ഗോൾ എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു ലക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അടിപൊളി ഗോളായിട്ടൊക്കെ തോന്നും. ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും അടിച്ചിരുന്നെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തേനെ. പക്ഷേ ഇത് നമുക്കെതിരെ ആയതുകൊണ്ട് തന്നെ ഒന്നാലോചിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു പുള്ളി വന്ന് ആ ഷൂട്ട് ചെയ്തതുപോലെ എത്ര ഷൂട്ട് ബ്ലാസ്റ്റേഴ്സ് ചെയ്തെന്നല്ലേ. അപ്പോൾ ഡിഫ്ലക്ഷനും ഉണ്ടായിരുന്നു. ഡിഫ്ലക്ട് ചെയ്തിട്ടൊക്കെ അത് നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ശരിക്കും ബാഡ് ലക്ക്. ഇന്നലത്തെ ഗെയിമിനെ പറ്റി പറയാനാണെങ്കിൽ അത് ബാഡ് ലക്ക് കൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ബ്ലാസ്റ്റേഴ്സ് കളിച്ചില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് കളി കണ്ട ആരും അങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം വളരെ മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ പറയുന്നുണ്ട്. ടീം നന്നായി കളിക്കുന്നുണ്ട്, നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ടീമിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഒരു സത്യം. ഇനിയിപ്പോൾ ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. ഇതിലപ്പുറം എങ്ങനെ ഒരു ടീം കളിക്കുന്നത് എങ്ങനെയാണ്? ഇതിലപ്പുറം ആ ടീം അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ടിൽ അവർ കളിക്കുന്നുണ്ട്. നോഹയാണെങ്കിലും ലൂണയാണെങ്കിലും എമിനസ് ആണെങ്കിലും ഒക്കെ. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ പെപ്പർ വന്നിട്ടായാലും പെപ്പറൊക്കെ വന്ന് 100% കൊടുക്കുന്നുണ്ട് ടീമിന് വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ എവിടെയാണ് പ്രശ്നം? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇന്നലെ 3 പോയിന്റ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടാഗ് ലൈനിൽ പറഞ്ഞ കാര്യം, ടീം എത്ര നന്നായി പെർഫോം ചെയ്തു എന്ന് ആരും നോക്കുന്നില്ല. നമ്മൾ ഗോള് കൺസീഡ് ചെയ്തോ, മോശം കളിയാണ്, ഇങ്ങനത്തെ കളിയല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്, ഞങ്ങൾ നല്ല ഡിസേർവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒരു വലിയ പ്രകടനമൊന്നും നടത്താതെ നമ്മളൊരു ഒരു 2 ഗോളൊക്കെ അടിച്ച് ജയിക്കുകയോ അല്ലെങ്കിൽ 1 ഗോൾ അടിച്ച് ജയിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. ഭയങ്കര കളി, നല്ല കളി. എന്നാൽ ചിലപ്പോൾ അത് ഏറ്റവും മോശം പ്രകടനമായിരിക്കും. അപ്പോൾ കളി വേറെ, കളിയാകുമ്പോൾ ജയം ഉണ്ടാവും, തോൽവി ഉണ്ടാവും. ചിലപ്പോൾ കളിക്കുന്ന ആളുകൾ ജയിച്ചു എന്ന് വരില്ല. പക്ഷേ ഞാൻ ഇന്നത്തെ കളി വെച്ചിട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ബഗാനുമായുള്ള കളി വെച്ചിട്ട് ഞാൻ പറയാം, പോയിന്റ് ടേബിളിൽ 1ാമത് നിൽക്കുന്ന ടീമാണ്. പോയിന്റ് ടേബിളിൽ 10ാമത് നിൽക്കുന്ന നമ്മൾ ബഗാനുമായി ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയെങ്കിൽ ഇനിയുള്ള 12 കളി നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കാരണം ഈ കളി തന്നെയാണ് ഇനി മുമ്പോട്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഭാഗ്യം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാഗ്യം കൂടി തുണയ്ക്കുകയാണെങ്കിൽ പിന്നെ റഫറിങ്, അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടു കാണും ആ ബോക്സിൻ്റെ ഉള്ളിലെ ഹാൻഡ് ഗോൾ. അത് ഏത് കണ്ണോട്ടനാണ് അത് മനസ്സിലാവാത്തത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രിവിലേജും റഫറിമാരുടെ അടുത്തുനിന്ന് ഒരു പ്രിവിലേജും ലഭിക്കാത്തൊരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു റഫറിങ് കൂടി നമുക്ക് റഫറി മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം. എപ്പോഴും റഫറിങ് ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും ഒരു വിനയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് കാര്യങ്ങൾ, ഒന്ന് സഹീഫ്, എന്തായിരുന്നു പെർഫോമൻസ്? ആളുടെ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ടോപ്പ് എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ആളുടെ കളി കണ്ടപ്പോൾ എനിക്ക് ഈ നമ്മുടെ ഹക്കീമിയൊക്കെയാണ് ഓർമ്മ വന്നത്. കാരണം ഹക്കീമിയൊക്കെയാണ് ഇങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. വിങ്ങിൽ കളിച്ചിട്ട് പോകും, അങ്ങ് അപ്പുറം വരെ പോകും, അപ്പുറത്തെ വിങ്ങിലൊക്കെ പോയി നോഹയുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്ന ആൾ. അപ്പോൾ സഹീഫ് ഇന്നലെ നോഹയ്ക്ക് കൊടുത്ത ഒരു സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പാക്റ്റാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഭയങ്കര അറ്റാക്കിംഗ് ആയിരുന്നു സഹീഫ് ഇന്നലെ. ഓൾ ഇൻ ഓൾ ആയിട്ട് ഇന്നലെ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വിവിൻ്റെ റോളിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഡാനിഷ് ആയിരുന്നു. എനിക്ക് ഡാനിഷിനെ പറ്റി പറയാനാണെങ്കിൽ, ഡാനിഷ് ആരാ കേട്ടോ? നിങ്ങൾ ആരാ ശരിക്കും? നിങ്ങൾ ആരാ എന്നുവെച്ചാൽ ഡാനിഷ് എല്ലായിടത്തും ഉണ്ട്. എപ്പോഴും ഡാൻസിൻ്റെ പന്തുണ്ട്. ഡാൻസിനെ നമ്മൾ അടിപൊളി എന്നൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞ് തീർന്ന നാവ് അകത്തേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ ഡാനിഷ് അടുത്ത് മിസ്റ്റേക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഡാനിഷ് നല്ല ഇൻ്റർസെപ്ഷൻസ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ അപ്പുറം മിസ്പാസുകൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ലൂണ എമിനസിന് ഒരു ത്രൂ ബോൾ ഇടുകയായിരിക്കും. അപ്പോൾ ഡാനിഷിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഡാനിഷ് നോക്കുമ്പോൾ ഡാൻസിൻ്റെ മുന്നിൽ കൂടെ പന്ത് പോകുന്നു, ഡാൻസ് അതിഞ്ഞെടുക്കും. ഡാൻസ് അതിഞ്ഞെടുത്ത് പുറമോട്ട് വലിയൊക്കെ വലിച്ച് വേണമെങ്കിൽ സച്ചിൻ്റെ അടുത്ത് വരെ പോകാൻ പോകും. അമ്മാതിരി പരിപാടികൾ ഡാൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് എന്താ ചെയ്യുന്നതെന്ന് ഡാൻസിന് തന്നെ ഒരു പിടിയില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട താരം എമിനസ്, ലൂണ, നോവ, 3 പേരും കൂടി ഇന്നലെ കസറി ശരിക്കും നന്നായിട്ട് കളിച്ചു. പിന്നെ എമിനസിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആൾ ബെഞ്ചിൽ പോയി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ഫാനിനെ സംബന്ധിച്ചും ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണത്. ആൾ അത്ര മികച്ച് ഇന്നലെ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ എഫ്സിക്കെതിരെ പുള്ളി ഇട്ട സെയിം ഒരു ഗോൾ പുള്ളി ഇന്നലെ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ എങ്ങനെയോ കീപ്പറുടെ കയ്യിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ബഗാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഗാൻ ഇന്നലെ ശരിക്കും പെട്ടു. ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ പെട്ട് കളിക്കുകയായിരുന്നു ബഗാൻ. കളിച്ചില്ല എന്ന് പറയുന്നില്ല, 2 ടീമും കട്ട കളിക്കും. സാധാരണ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എൽ ക്ലാസിക്കോ ഒക്കെ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പവർ വേണമല്ലോ. അത് എന്തായാലും ഇന്നത്തെ കളിക്കുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ പെട്ടാണ് ബഗാൻ കളിച്ചത്. പക്ഷേ റിസൾട്ട് എന്താ പറയുക, അതിനകത്ത് ഇപ്പം ഫെയ്ത്ത് എന്നാണെങ്കിൽ നമുക്ക് പറയാം. അത് ഇനിയിപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് നിമിഷത്തിലാണ് 2 ഗോൾ കൺസീഡ് ചെയ്യുന്നത്. പക്ഷെ അത് പിഴ വന്നോ അങ്ങനെ നമുക്ക് അധികം പറയാം. പിന്നെ 2ാമത്തെ ഗോൾ ഡിഫൻസ് പൊട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാലും ബാക്കി ഗോളുകളൊന്നും അങ്ങനെ. പിന്നെ സച്ചിൻ സുരേഷിനെ കുറ്റം പറയുന്നുണ്ട്. ആദ്യത്തെ ഗോൾ ശരിയാണ്, ഒരു പക്ഷേ നോക്കിയാൽ കയ്യിൽ എടുക്കേണ്ട ബോളായിരുന്നു, പക്ഷേ ആളുടെ കയ്യിൽ നിന്ന് പോയി.
അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് എല്ലാം ബാഡ് തന്നെയാണ്. ആ സമയത്ത് ആ സ്പോട്ടിൽ ആളവിടെ ഉണ്ടായിരുന്നു, ഫിനിഷ് ചെയ്തു. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ അങ്ങനെ ലൂണയൊക്കെ ആണെങ്കിൽ മരിച്ച് കളിക്കുന്നു. നോവ പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ ഈ നാട്ടിലൊക്കെ സെവൻസോ ഫൈവ്സോ ഒക്കെ കളിക്കുമ്പോൾ നമുക്കൊരു മെയിൻ പ്ലെയർ ഉണ്ടാകും. അപ്പോൾ ആൾ ഭയങ്കര സ്കില്ലൊക്കെ ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും എന്ത് ചെയ്യും, ഇയാൾക്ക് ബോൾ ഇങ്ങനെ വെച്ച് കൊടുക്കും, ആളെന്തെങ്കിലും ചെയ്തോളൂ. അങ്ങനെ ഒരു ഫീൽ എനിക്ക് നോഹയിലേക്ക് പലരും പന്തിടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നോഹ അത് ആ റോള് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് നോഹ. എന്നാലും നോയ്ക്ക് കൊടുക്കേണ്ടാത്ത പാസുകളൊക്കെ നോയ്ക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നോഹ ഇന്നലെ പല ചാൻസുകളും എമിനസിന് സിമ്പിളായി ബോൾ കൊടുക്കാവുന്ന പാസുകൾ നോഹ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്ന പ്രവണത ഇന്നലെ കണ്ടു. എമിനസ് അതിൻ്റെ പേരിൽ നോവയോട് ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ അത് അടുത്തടുത്ത് വന്നിട്ടല്ല, ദൂരെ നിന്നിട്ട് പാസ്മാൻ എന്നുള്ളൊരു സാധനം എമിനസ് പറയുന്നുണ്ടായിരുന്നു. അതെനിക്കും തോന്നി. നോവ പാസുകൾ ഇന്നലെ ഹിമിനസിലേക്ക് എത്തിക്കുന്നത് കുറവായിട്ട്, പല സ്ഥലങ്ങളിൽ ഇടേണ്ട പാസുകൾ ഇട്ടില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നി. പക്ഷേ അത് ഇടേണ്ട പാസുകൾ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വേറെ ആയിരുന്നായിരിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഇതേ കളി ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് കൊണ്ടുപോവുകയും ഡിഫൻസിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും, അതേപോലെ കീപ്പർ സച്ചിൻ സുരേഷ് കുറച്ചുകൂടി എന്താ പറയുക ഒന്ന് ശ്രദ്ധിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കയറി വരാം. ഇനി നമുക്ക് 12 മാച്ചുകൾ കിടപ്പുണ്ട്. നമുക്ക് മുകളിലുള്ള ആളുകൾക്കൊന്നും വലിയ പോയിന്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ബെഗാനും ബാംഗ്ലൂരിനും മാത്രമാണ് അത്യാവശ്യം ടോപ്പ് പോയിന്റ് ഉള്ളത്. ബാക്കി 3-ാം സ്ഥാനം തൊട്ട് താഴോട്ട് 6 വരെ 7 ഒക്കെ പോയിന്റുകൾ കുറവാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നല്ല ദിവസങ്ങൾക്ക് വേണ്ടി. താങ്ക് യു.